ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഭഗവാൻ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം ദശകം 27 പാലാഴി മഥനം ശ്ലോകം 1. ഈ പാലാഴി മഥനം എങ്ങനെയാണ് ഉണ്ടാവാൻ കാരണം വെച്ചാൽ ഈ ദുർവാസാവ് മഹർഷിയുടെ ക്ഷിപ്ര കോപം കൊണ്ടുണ്ടായ ജരാനര ബാധിച്ചു ഈ ദേവന്മാർക്ക്, ഇന്ദ്രനൊക്കെ. എന്താ കാരണമാണ് ഇത് പറയാൻ പോകുന്നത്. നമ്മൾ ചിന്തിക്കണം, ക്ഷിപ്ര കോപം പരമശിവനുണ്ട്. അപ്പോൾ ഈ ദുർവാസാവ് ശിവൻ്റെ അവതാരമാണ്, അംശാവതാരമാണെന്നാണ് പറയുന്നത്. എന്നാൽ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണെങ്കിൽ സമാധാനവും ക്ഷമയൊക്കെയാണല്ലോ ഭഗവാന്. എല്ലാം ഈ 3 അവസ്ഥയും യഥാർത്ഥത്തിൽ പരമാത്മാവായ പരബ്രഹ്മ വസ്തു ഒരേ ഒരു നിഷ്കള ബ്രഹ്മം തന്നെയാണ്. എന്നാൽ ഈ 3 അവസ്ഥകളാണ് ഇവിടെ ശിവനെന്നും വിഷ്ണുവെന്നും ബ്രഹ്മാവെന്നും പറയുന്നത്. എല്ലാം ഒരേ ഒരു പരമാത്മാവ് തന്നെയാണ്. ഇവരുടെ 3 അവസ്ഥയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ, കാരണം ഒരാൾക്ക് ക്ഷിപ്രകോപം, ഒരവസ്ഥ ക്ഷമ, ഒരവസ്ഥ എല്ലാ ആഗ്രഹങ്ങൾ, ഈ സൃഷ്ടികർത്താവിന്, ഇങ്ങനെ ഓരോരോ അവസ്ഥകളാണ്. നമുക്ക് ഇതിലേതാണെന്ന് നമുക്കും തിരഞ്ഞെടുക്കാം. നമുക്ക് മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് വേണ്ടത്, അത് സ്നേഹമാണ് വേണ്ടത്, ക്ഷമയാണ്. അപ്പോൾ നമ്മളത് മോക്ഷമാർഗവുമാണ്. അത് നമ്മളിത് മനസ്സിലാക്കുന്ന എന്തിനാ? ഇത് നമ്മളും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഭഗവാൻ, എല്ലാം ഒരേ ഒരു ഈശ്വരൻ തന്നെ. പക്ഷേ ഏതവസ്ഥ നമുക്ക് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. നമുക്ക് ക്ഷമാശീലനായി വേണം മോക്ഷത്തിലേക്ക് പോകാൻ. സാത്വിക ഗുണമാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ യഥാർത്ഥ ഈശ്വരൻ്റെ ഒരു ഗുണം ഇതാണ്, സാത്വികം. ഒരു ഗുണം ഈ ദേഷ്യം, തമോ ഗുണം. നമുക്ക് ഏത് വേണം നമുക്ക് തിരഞ്ഞെടുക്കാം. എല്ലാം പരമാത്മാവ് ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ്. 3 രീതിയാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ശിവനെന്ന് വേറെയോ എന്നോ ഭഗവാൻ മഹാവിഷ്ണു വേറെയൊന്നോ അല്ല, രണ്ടൊന്നും ഇല്ല, ഒരേ ഒരു ഈശ്വരൻ. അത് ആദ്യം നമുക്ക് മക്കൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാനൊന്ന് എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടി കാരണം ശിവൻ എന്താ അങ്ങനെ എന്ന് നമുക്ക് തോന്നിപ്പോവും. അറിയാൻ പറ്റത്തില്ല. എല്ലാം ഒരേ ഒരു ഭഗവാന്റെ 3 രീതിയാണ് ഇവിടെ 3ആയിട്ട് കാണിക്കുന്നത്. നമുക്കിത് വായിക്കാം. ദുർവാസാസുര വനിതാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയം ഉപദായ തത്ര ഭൂയ നാഗേന്ദ്ര പ്രതിമൃദിതേ ശശാപശക്രം കക്ഷാന്തിസ്തുൽ ഇതര ദേവതാംശജാനാം. ദുർവാസാസുര വനിതാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയം ഉപദായ തത്ര ഭൂയ നാഗേന്ദ്ര പ്രതിമൃദിതേ ശശാപശക്രം ക്ഷാന്തിസ്തുൽ ഇതര ദേവതാംശജാനാം. നമുക്ക് ദുർവാസാവിൻ്റെ പറ്റിയുള്ളൊരു, നമ്മളും പലരും പെട്ടെന്ന് ദേഷിക്കും. ഇവർ ദുർവാസാവിനെ പോലെ പെട്ടെന്നായിട്ട് ദേഷ്യം വരും, നമ്മൾ പറയാറുണ്ടല്ലോ. അതുപോലെയാണ് ഇവിടെ ഒരു ദുർവാസാവിൻ്റെ ഒരു കഥയാണ് പറയുന്നത്. ദുർവാസാവ് മഹർഷി ശിവാംശമാണ്. എന്താ കാരണം അങ്ങനെ പറയാൻ? ഈ ഭഗവാന് ക്ഷിപ്രകോപിയാണല്ലോ. ആ അവസ്ഥ പരമാത്മാവായ ഈശ്വരൻ്റെ ഒരവസ്ഥയാണ് ക്ഷിപ്രകോപവും, ഒരവസ്ഥ ക്ഷമാശീലനും. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ശിവാംശം എന്ന് നമ്മൾ പൊതുവെ പറയും ദേഷ്യം പെട്ടെന്ന് വരുന്നവർക്ക്. അപ്പോൾ ദുർവാസാവ് മഹർഷി അങ്ങനെയുള്ളൊരു മഹർഷിയാണ്. അദ്ദേഹം ക്ഷിപ്രകോപിയാണ്. അതിനാൽ പെട്ടെന്ന് കോപിക്കുന്നവരെ ദുർവാസാവെന്ന് പറയാറുണ്ട്. ഒരിക്കൽ ദുർവാസാവ് മഹർഷി ഭാരതഖണ്ഡം കണ്ട് ആനന്ദിച്ച് നടക്കുമ്പോൾ, അത് നമ്മുടെ ഈ ഭാരതഖണ്ഡം എല്ലായിടവും ചുറ്റിക്കറങ്ങി സന്തോഷിച്ച് നടന്ന സമയത്ത് വിദ്യാധരികളെ കാണാനിടയായി, നല്ല വിദ്യയുള്ള സ്ത്രീകളെ കാണാനിടയായി. അവരിൽ ഒരു സ്ത്രീ അദ്ദേഹത്തിന്, അതായത് ഈ മഹർഷിക്ക്, ദുർവാസാവ് മഹർഷിക്ക് ഒരു സ്ത്രീ ദിവ്യമായ ഒരു മാല സമ്മാനിച്ചു. അത് സുന്ദരമായ ദിവ്യത്വമുള്ളൊരു മാലയാണ് കൊടുത്തത്. എന്തെന്ന് വെച്ചാൽ ആ മാല ചൂടുന്ന ആൾ ത്രൈലോക്യ വന്ധ്യതനായി ഭവിക്കുമെന്ന മഹാത്മ്യവും ഉണ്ടായിരുന്നു ആ മാലയ്ക്ക്. ആര് ധരിച്ചാലും ആര് ചൂടിയാലും ആ മാല ചൂടുന്നവർ 3 ലോകത്തിലെ എല്ലാവരും വന്ദിക്കും ആ ആളിനെ. അങ്ങനെയാണ് ആ മാലയുടെ മാഹാത്മ്യം. താൻ ആ മാല ചൂടാൻ യോഗ്യനല്ലെന്നും അത് യോഗ്യത ഉള്ളവർക്ക് മറ്റാർക്കെങ്കിലും കൊടുക്കാമെന്നും ദുർവാസാവ് വിചാരിച്ചു. അദ്ദേഹത്തിന് ഇത് പറ്റിയതല്ല, അദ്ദേഹത്തിനത് ശരിയാവുന്നില്ല, യോഗ്യനല്ല ചൂടാൻ എന്ന് കരുതിയിട്ട് മറ്റാർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പല പല ദേവന്മാരെയും മനസ്സിൽ കണ്ടു.
ഇന്നാർക്ക് കൊടുത്താലോ, അത് വേറൊരാൾക്ക് കൊടുത്താലോ എന്നിങ്ങനെ പല ദേവന്മാരെയും ഇദ്ദേഹം മനസ്സിൽ കണ്ടെങ്കിലും അവർക്കൊക്കെ ഓരോ ന്യൂനതയും ഓർത്ത് അവർക്കൊക്കെ എന്തൊക്കെയോ കുറവുകളുള്ളതുകൊണ്ട് അവർക്ക് കൊടുക്കണ്ട, ഇന്ന കുറവുള്ളതുകൊണ്ട് ഇന്നാർക്ക് കൊടുക്കണ്ട, ഇങ്ങനെ ഓർത്ത് ഒടുവിൽ ആർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു? ഇന്ദ്രന് കൊടുക്കാമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ മനസ്സിൽ ഇന്ദ്രനെ ധ്യാനിച്ചു. ഇന്ദ്രൻ ഐരാവതത്തിൻ്റെ മുകളിലേറി മുനിയുടെ സമീപം, അത് ആനയുടെ മുകളിലാണ് വരുന്നത്. ഐരാവതം എന്ന് പറഞ്ഞാൽ ആനയാണ്. ഇന്ദ്രൻ്റെ വാഹനമാണ് ഐരാവതം. അങ്ങനെ പെട്ടെന്ന് തന്നെ, കാരണം ഈ മഹർഷി ധ്യാനിച്ച ഉടനെ തന്നെ അവിടെ ഇന്ദ്രൻ അറിയും. അങ്ങനെയാണ് അവർക്ക് ജ്ഞാനദൃഷ്ടിയുണ്ട്. അപ്പോൾ ഇന്ദ്രൻ പെട്ടെന്ന് തന്നെ ഈ ആനയുടെ മുകളിലേറി സമീപത്തെത്തി, മുനിയുടെ മഹർഷിയുടെ അടുത്തെത്തി. അങ്ങനെ മാല ഇന്ദ്രന് നൽകി. ഇന്ദ്രൻ ആ വാസനയുള്ള ദിവ്യമാല ആനയുടെ മസ്തകത്തിൽ വച്ചു. അത്ര ഭയങ്കരമായ, എവിടെ എത്ര ദൂരെ എത്തുന്ന നല്ല മണമുള്ള സൗരഭ്യമുള്ള മാലയാണ്. അതെന്താ ഈ മുടിയൊക്കെ ചീകി കെട്ടാന്ന് കരുതിയിട്ട് ഈ ആനയുടെ തലയിൽ ആ മസ്തകത്തിലോട്ടൊന്ന് വച്ചു. എന്നിട്ട് മുടിയൊക്കെ വിടർത്തി ചിക്കി ചൂടാൻ ഭാവിച്ചിരിക്കെ നന്നായിട്ട് മുടിയൊക്കെ ഒന്ന് ഉടക്കർത്തൊക്കെ ഒന്ന് ചിക്കി കെട്ടിയിട്ട് വേണം ഈ മാല ചൂടാൻ എന്ന് കരുതിയിട്ട് അദ്ദേഹം അതിൻ്റെ ആ തലയുടെ മസ്തകത്തിലോട്ടൊന്ന് വെച്ചു. അങ്ങനെ അതിൻ്റെ സൗരഭ്യം കൊണ്ട് വണ്ടുകൾ മസ്തകത്തിന് ചുറ്റും പറന്നു വന്നു. എത്ര ദൂരെ വേണമെങ്കിലും ഇതിൻ്റെ സൗരഭ്യം പരക്കും. അതുകൊണ്ട് വണ്ടുകളെല്ലാം അവിടുന്ന് എവിടെ നിന്നൊക്കെയോ വന്ന് ചുറ്റിപ്പറന്നു. ആനയ്ക്കത് അസഹ്യമായി തോന്നി. അങ്ങനെ തുമ്പിക്കൈ കൊണ്ട് മാല എടുത്ത് താഴേട്ട് ചവിട്ടി. ഈ ആനയ്ക്ക് വല്ലതും അറിയോ മാല എന്തിനാ കൊണ്ടുവച്ചതെന്നോ ഒന്നും അറിയില്ല. വണ്ടുകളെല്ലാം വരുമ്പം വണ്ടുകൾ കണ്ണിലും മൂക്കിലും ചെവിയിലും എല്ലാം വന്ന് കയറത്തില്ലേ? അതൊരു അസഹ്യമായി തോന്നിയപ്പം ഈ ആന എന്തോ ചെയ്ത് എടുത്ത് തറയിലിട്ടൊരു ചവിട്ടും കൊടുത്തു. മുനിയാണെങ്കിൽ ഇത് കണ്ടു ഈ മഹർഷി പെട്ടെന്ന് കോപിക്കുന്ന മഹർഷിയല്ലയോ. അപ്പോൾ തന്നെ ധിക്കരിക്കുകയാണ് ചെയ്തെന്ന് തെറ്റിദ്ധരിച്ചിട്ട് മഹർഷി എന്ത് ചെയ്തു? ഇന്ദ്രനെയും ദേവകളെയും ഒന്നിച്ചങ്ങ് ശപിച്ചു. നീയും ദേവകളും എല്ലാം ജരാനര ബാധിച്ചു പോകട്ടെ എന്നങ്ങ് ശപിച്ചു. ദുർവാസാവിന് വാസ്തവം അറിയാനുള്ള ക്ഷമ ഇല്ലാതെ പോയി. അതേസമയം മഹാവിഷ്ണുവിന് ഇത്രയും കോപം ഉണ്ടാവുമോ? മഹാവിഷ്ണുവിനെ ആണ് സ്നേഹിച്ചിരുന്നെങ്കിൽ ഇവിടെ അംശാവതാരമായത് ശിവൻ്റെ ആയതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നമ്മളും മനസ്സിലാക്കണം. ഇത് ഞാൻ അത് എടുത്തു പറയുന്നത് വെച്ചാൽ ഇതിനകത്തത് പറയുന്നതല്ല, ഞാൻ എൻ്റേതായ ഒരു കാര്യം പറയാം. നമ്മളെല്ലാവരും ക്ഷമാശീലരുള്ളതാണെങ്കിൽ സാത്വികമായ ഗുണം മഹാവിഷ്ണുവാണ്. അത് ക്ഷിപ്രകോപിയൊന്നുമല്ല, ക്ഷമയുണ്ട് എപ്പോഴും. ശാന്ത ദയവും കരുണയും ഒക്കെ ഉള്ളതാണ്. അങ്ങനെയാണ് ഭഗവാന്റെ അവസ്ഥ. എല്ലാം ഒരേ പരമാത്മാവ് തന്നെയെങ്കിലും മൂന്നവസ്ഥ നമുക്ക് വേണ്ടി വച്ചേക്കുന്നതാണ് ത്രിഗുണം. അത് ഒരു ഗുണം രാജസം ഇന്ദ്രനും ബ്രഹ്മാവിനും, ഒരു ഗുണം സാത്വികം മഹാവിഷ്ണുവിനും, ഒരു ഗുണം തമോ ഗുണം പരമശിവനും. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഉണ്ടായ ദേഷ്യം. അങ്ങനെ ജരാനര ബാധിക്കട്ടെ എന്നൊരു ശാപം കൊടുത്തു. അതുകൊണ്ടാണ് വിഷ്ണുവിൻ്റെ അംശാവതാരമല്ലാത്തതിനാലാണ് ദുർവാസാവ് മഹർഷി ക്ഷമയില്ലാതെ കോപിച്ചതെന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാടിൻ്റെ അഭിപ്രായവും. ഞാനും അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് മോക്ഷമാർഗത്തിലേക്കുള്ള ക്ഷമ ആണ്, ശാന്തതയാണ്. അത് വേണമെങ്കിൽ നമ്മൾ ഏത് രൂപത്തെ പ്രാർത്ഥിക്കണം? മഹാവിഷ്ണുവിൻ്റെ രൂപത്തെ പ്രാർത്ഥിക്കണം. ഈ രൂപം എന്ന് പറയുന്നത് ഈ സാത്വിക രൂപം, മറ്റത് തമോ ഗുണം, ഇത് ശാന്തതയുള്ള ഗുണം സാത്വികം. ഭഗവാൻ മഹാവിഷ്ണു. അപ്പോൾ ക്ഷമാശീലനാണ് ആർക്കാണ്? വിഷ്ണു. അദ്ദേഹത്തിൻ്റെ അംശാവതാരമാണെങ്കിലോ ക്ഷമയുണ്ടായതിനെ. നമ്മളെല്ലാം അംശാവതാരമാണോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് വിചാരിച്ചാൽ ക്ഷമ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ ക്ഷിപ്രകോപം ഉണ്ടാകരുന്നു. ഇത് നമ്മൾ പഠിക്കുന്ന പാഠം ഇതിനാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത് എൻ്റെ അഭിപ്രായത്തിൽ പറയുന്ന മക്കളെ, നമുക്ക് മഹാവിഷ്ണു നാരായണൻ കൃഷ്ണനെ നമ്മൾ ചിന്തിക്കുക. കൃഷ്ണൻ്റെ ഈ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ സാക്ഷാൽ കൃഷ്ണൻ. അപ്പോൾ അത് ശാന്തശീലനാണ്. പരമേശ്വരന് ശാന്തശീലത ഇല്ലെന്നല്ല, അത് തമോ ഗുണക്കാർക്ക് വച്ചേക്കുന്നതാണ്. ഈ ഭൂമിയിൽ പല പല മനുഷ്യരും ഉണ്ട്, അവർക്കെല്ലാം പല ഗുണങ്ങളുണ്ട്. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം ഭഗവാൻ വെച്ചേക്കുന്നത് തന്നെയാണ്. ക്ഷിപ്രത്തി കോപിക്കണോ? പരമശിവനെ പ്രാർത്ഥിച്ചോളൂ. അതല്ല എല്ലാവരോടും ശാന്തശീലം വേണോ? മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചോളൂ. ഇത് എല്ലാം ഒരേ ഭഗവാൻ തന്നെയാണ്, ഒന്നേ ഉള്ളൂ, രണ്ടില്ല. എല്ലാം ഒരേ ഒരു ഭഗവാന്റെ മൂന്ന് ഗുണങ്ങളാണെന്നേ ഉള്ളൂ ഇവിടെ. അതിനാണ് നമ്മളിങ്ങനെ വെച്ച് ഓരോ രൂപമാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ മഹാവിഷ്ണു തന്നെയാണ് സാത്വികവും, മഹാവിഷ്ണു തന്നെയാണ് തമോ ഗുണവും, മഹാവിഷ്ണു തന്നെയാണ് രാജസം എന്ന് പറയാൻ നമുക്ക് അതിനകത്തോട്ടൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവിടെ 3 രൂപത്തിൽ നമ്മൾ കാണുന്നത്. അത്രയേ ഉള്ളൂ. എല്ലാം ഈ ഭാഗവതത്തിൽ പല സ്ഥലത്തും പറഞ്ഞു, ഞാൻ തന്നെയാകുന്നു ശിവൻ, ഞാൻ തന്നെയാകുന്നു നാരായണൻ, ഞാൻ തന്നെയാണ് സർവ്വ അദ്ദേഹം പരമാത്മാവല്ലാതെ മറ്റൊന്നുമില്ല. നമ്മൾ എവിടെല്ലാം നമ്മൾ വായിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ദുർവാസാവിൻ്റെ ശാപനിമിത്തം ദേവകൾ ജരാനര ബാധിച്ചു നിസ്തേജരായിപ്പോയി.
അതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. നമുക്ക് ഈ ഒരു ശ്ലോകം മാത്രം മനസ്സിലാക്കിയിട്ട് എല്ലാ മക്കളും ശാന്ത സ്വഭാവമുള്ളവരായി സാത്വിക സ്വഭാവം, അതാണ് പരമാത്മാവായ നാരായണൻ്റെ സ്വഭാവം. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. എന്നാലേ ഈ ലോകത്ത് ഇന്ന് ജീവിക്കാനൊക്കു മക്കളെ. ഈ ദേഷ്യം കൊണ്ട് നടന്നതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് വെട്ടും കുത്തും എന്തൊക്കെയായി ഈ ലോകം നശിച്ചില്ലേ. എന്താ കാരണം? ക്ഷമയില്ല, സമാധാനമില്ല, ശാന്തതയില്ല. ഒന്നെന്ന് പറഞ്ഞാൽ രണ്ടെന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു ലോകമായി മാറി. ഇനി നമുക്ക് മഹാവിഷ്ണുവായിരിക്കുന്ന രൂപം, ആ ഗുണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഞാൻ ഭട്ടതിരിപ്പാടിൻ്റെ അഭിപ്രായം പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. ഇഷ്ടമുള്ള മക്കൾ അതനുസരിക്കുക, കേൾക്കുക. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, എന്നെ അനുസരിക്കാനല്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും നന്മ അതാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.